ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കെയ്നീഷ്യൻ റെവല്യൂഷൻ ആയിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കെയ്നീഷ്യൻ റെവല്യൂഷൻ എന്താണെന്ന് കണ്ടു. അല്ലെങ്കിൽ കെയ്ൻസ് എങ്ങനെയാണ് ക്ലാസിക്കൽ തിയറിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നത്, ഏതൊക്കെ ഏരിയയിലാണ് കെയ്ൻസ് ക്ലാസിക്കൽസുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് കെയ്ൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈക്രോ എക്കണോമിക്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ്, അത് ഒന്നൊന്നായിട്ട് കാണാം. അതിലാദ്യത്തേത് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ. ഓക്കെ, വൺ സെക്കൻഡ്. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ, എത്രമാത്രം അത് കെയ്നീഷ്യൻ മൈക്രോ എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ നമ്മൾ ഡിഗ്രിക്കൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ അത് എത്രമാത്രം മറ്റ് കെയ്നീഷ്യൻ തിയറികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, നാഷണൽ ഡിറ്റർമിനേഷൻ, മൾട്ടിപ്ലയർ, ഇതൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ കാണുന്നത്. ഓക്കെ, ഫസ്റ്റ്, വാട്ട് ഈസ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ? Consumption function is a major contribution of Keynes to microeconomics. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ കെയ്ൻസിൻ്റെ ഇന്നവേഷൻ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒന്ന് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, അടുത്തത് കൺസംഷൻ ഫംഗ്ഷൻ, പിന്നെ അല്ലാതെ നമുക്ക് പറയുകയാണെങ്കിൽ മൾട്ടിപ്ലയർ, ഇതൊക്കെ കെയ്നീഷ്യൻ ഇന്നവേഷനാണ് മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഏത് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ. സോ consumption function is a major contribution of Keynes to macroeconomics. Keynesian consumption function illustrates the relationship between consumption and income. Okay, so it shows the relationship between consumption and income. Consumption is a function of what? Income. This is what simply the Keynesian consumption function says. And behind that consumption function there is a fundamental psychological law of consumption. And it says, according to Keynes, consumption is a fairly stable function of income. Okay, consumption is a fairly stable function of income. നമ്മൾ പറഞ്ഞല്ലോ, അതായത് y is equal to c plus i എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതിൽ i ഇൻവെസ്റ്റ്മെൻറ്റും c കൺസംഷനും ആണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഈ 2 സെക്ടർ മോഡലിൽ 2 പ്രധാനപ്പെട്ട കോമ്പണൻറ്റ് വൈയും സിയും വൈയിലെ 2 പ്രധാനപ്പെട്ട കോമ്പണൻറ്റ് സിയും ഐയും ആണെങ്കിൽ അതിൽ സി ഫെയർലി സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. സി ഈസ് ഫെയർലി സ്റ്റേബിൾ ഫങ്ഷൻ ഓഫ് വാട്ട്? വൈ കൂടുന്നതനുസരിച്ച് സി കൂടും, വൈ കുറയുന്നതനുസരിച്ച് സി കുറയും. പക്ഷേ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് വോളാറ്റിലിറ്റി വരില്ല, ഭയങ്കര ഫ്ലക്ച്വേഷൻ വരികയില്ല, സ്റ്റേബിൾ ഫംഗ്ഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ കൺസ്യൂം ചെയ്യും. നമ്മുടെ ഇൻകം കുറയും തോറും നമ്മൾ കുറച്ചും കൺസ്യൂം ചെയ്യും. ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷൻ വരികയില്ല. ഓക്കെ, സോ ഇറ്റ്സ് എ സ്റ്റേബിൾ ഫംഗ്ഷൻ ഓഫ് ഐ. ദെൻ the second component of I, that means aggregate demand, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഈ സെക്കൻഡ് കോമ്പണൻറ്റ് ഭയങ്കര അൺസ്റ്റേബിളാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ എന്തൊക്കെ ആശ്രയിച്ചിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ആശ്രയിച്ചിരിക്കും. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലിനെയും എന്തിനെ ആശ്രയിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ 6 സ്റ്റേബിളായിരിക്കും അദ്ദേഹം പറയുന്നത്. പിന്നെ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലിനെ ആശ്രയിച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇരിക്കുന്നത്. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനെ ആശ്രയിച്ചിരിക്കും. എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത് സ്റ്റേബിളാണോ? അല്ല. അപ്പം നമ്മൾ പറഞ്ഞു, അതായത് ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇക്കോണമിയിൽ ബിസിനസ് സൈക്കിളിൽ വരുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ ബൂം വരിക, റിസഷൻ വരിക, അങ്ങനെയുള്ള അൺസർട്ടനിറ്റീസ് ഒക്കെ വരിക. എന്താണ്? ഡിമാൻഡ് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ്. ഡിമാൻഡ് സ്റ്റേബിൾ അല്ലാത്തതിൻ്റെ കാരണം ഒന്നെങ്കിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സ്റ്റേബിൾ അല്ല. അതിൽ അദ്ദേഹം പറഞ്ഞ് സി സ്റ്റേബിളാണെന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ എന്താണ് സ്റ്റേബിൾ അല്ലാത്തത്? അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഐ ആണ് സ്റ്റേബിൾ. അപ്പോൾ അൺസ്റ്റേബിൾ, അപ്പോൾ ഐയിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് ഡിമാൻഡിൽ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് ഇക്കോണമിയിൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതാണ് കെയ്ൻസ് പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ ഐയെക്കുറിച്ച് ഇപ്പോൾ പഠിക്കേണ്ടത്, നമ്മൾ സിയെക്കുറിച്ചാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ സിയുടെ പ്രത്യേകത എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഒരു കോമ്പണൻ്റ് എന്നതിലേക്ക് സി ഭയങ്കര സ്റ്റേബിളാണ്. ഇറ്റ്സ് എ ഫെയർലി സ്റ്റേബിൾ ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്നാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, so according to Keynes, consumption is a fairly stable function. Remember, fairly stable function of income. Okay, given C is stable, what makes instability in the economy is investment. So that was the Keynesian macroeconomic approach. What gives instability in the economy creates recession, depression, etc., or even boom, that is investment. The consumption function is based on the fundamental psychological law of Keynes. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഫണ്ടമെന്റൽ സൈക്കോളജിക്കൽ ലോ ഓഫ് കെയ്ൻസ്. വളരെ സിമ്പിളാണ്, ഇത്രേ പറയുന്നുള്ളൂ.
as our income increases, our consumption also increases, but less than proportionately. ഓക്കെ, ലെസ് ദാൻ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ 10% കണ്ട് ഇൻകം കൂടിക്കഴിഞ്ഞാൽ 6% അല്ലെങ്കിൽ 8% കണ്ട് ഈ കൺസംഷൻ കൂടുള്ളൂ. അല്ലെങ്കിൽ 25% കണ്ട് നമ്മൾ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കൺസംഷൻ കൂടുന്നത് ചിലപ്പോൾ ഒരു 15% കൊണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷണൽ. ഇൻകം കൂടുന്ന അതേ ശതമാനം കൊണ്ട് കൺസംഷൻ കൂടില്ല. ഓഫ് കെയ്ൻസ് വിച്ച് സേസ് ദാറ്റ് ഇഫ് that men are disposed as a rule and on the average to increase their consumption. അപ്പോൾ ആളുകളെ സംബന്ധിച്ചുള്ള അവരെന്ത് ചെയ്യും, അവരവരുടെ കൺസംഷൻ കൂട്ടും. എന്തനുസരിച്ച്? ആസ് ദർ ഇൻകം ഇൻക്രീസ്, ഇൻകം കൂടുന്നതനുസരിച്ച്. ബട്ട് ഈ കൂടൽ, ഏതിൻ്റെ കൂടൽ? കൺസംഷൻ്റെ കൂടൽ. നോട്ട് ബൈ ആസ് മച്ച് ആസ് ദ ഇൻക്രീസ് ഇൻ ദ ഇൻകം. ഇൻകം കൂടുന്ന അനുസരിച്ച് എന്ത് കൂടില്ല? കൺസംഷൻ കൂടില്ല. The law says that consumption increases with income but less than proportionate. നമ്മൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൺസംഷൻ കൂടും, ഇൻകം കൂടുന്നതനുസരിച്ച്. പക്ഷേ എങ്ങനെ കൂടുകയില്ല? പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടുകയില്ല, അല്ലെങ്കിൽ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും കൺസംഷൻ ഇൻകം കൂടുന്നതനുസരിച്ച് കൂടുന്നത്. ഓക്കെ, so that is about the relation between consumption and income, and which is concised in the fundamental psychological law of Keynes. Okay, now spending on consumption depends on this consumer's income and MBC. അപ്പോൾ അതാണ് നമ്മൾ എത്രമാത്രം നമ്മൾ ചിലവാക്കുന്നു എവിടെ? കൺസംഷൻ എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഒന്ന് നമ്മുടെ ഇൻകത്തെ ആശ്രയിച്ചിരിക്കും. 2 നമ്മൾ ഇൻകത്തിൽ നിന്ന് എത്ര ചിലവാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിക്കും. അപ്പോൾ അതിനെ അദ്ദേഹം ബി എന്നാണ് വിളിച്ചത്, അല്ലെങ്കിൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം നമ്മൾ പഠിച്ചിട്ടുള്ള. അപ്പം എത്രമാത്രം കൺസംഷൻ അയാൾ ചിലവാക്കാൻ ആഗ്രഹിക്കും എന്നത് എന്തിനൊക്കെ ആശ്രയിക്കും? 1 കൺസ്യൂമറിൻ്റെ സൈസ് ഓഫ് ഇൻകം, 2 എന്താണ്? സൈസ് ഓഫ് ദി വാല്യൂ ഓഫ് MBC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ഇൻകത്തിൽ നിന്ന് നമ്മൾ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര പ്രൊപ്പോർഷൻ നമ്മൾ കൺസംഷനിലേക്ക് മാറ്റി വെക്കുന്നു. നമ്മൾ MBCയെ കുറിച്ച് പഠിച്ചിട്ടുള്ള അല്ലേ? 100 രൂപ നമ്മൾ ഇൻകം കിട്ടി, നമ്മുടെ 60 രൂപയാണ് നമ്മൾ കൺസ്യൂം ഉണ്ടെങ്കിൽ MBC 0.6 ആയിരിക്കും. കാരണം MBC ലൈസ് ബിറ്റ്വീൻ 1 ആൻഡ് 0. ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. സാധാരണഗതി അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ 1 0 എക്സ്ട്രീം സിറ്റുവേഷനിൽ വരാറുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കണ്ടു 100 രൂപ കൺസംഷൻ, 100 രൂപയുടെ ഇൻകം ആണെങ്കിൽ 60 രൂപ കൺസ്യൂം ചെയ്യുന്നെങ്കിൽ MBC നമ്മൾ എന്ത് കാണും? 0.6 ആയിട്ട് കാണും. 100 1 കണ്ടിട്ട് അതിലെത്രയാണ് 60 എന്നുള്ളത് നോക്കും. ഫോർ കെയ്ൻസ് കൺസംഷൻ ഫോളോസ് ഇൻകം വിത്തൗട്ട് എ ടൈം ലൈൻ. ഇത് അല്പം വ്യത്യാസപ്പെട്ടൊരു കോൺസെപ്റ്റാണ്. അദ്ദേഹം പറയാനെന്നറിയാം, നമ്മുടെ ഇപ്പോഴത്തെ കൺസംഷൻ, അതായത് കൺസംഷൻ അറ്റ് ടി, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം അറ്റ് ടി. അതായത് ഇന്ന് ഞാൻ കൺസ്യൂം ചെയ്യുന്നത് എൻ്റെ ഇന്നത്തെ ഇൻകം അനുസരിച്ചാണ്, അല്ലാതെ ഇന്നലത്തെ ഇൻകം അനുസരിച്ചല്ല. നമുക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ ഇന്നത്തെ ഇൻകം ഇന്നത്തെ കൺസംഷൻ ഇന്നലത്തെ ഇൻകത്തെ ആശ്രയിച്ചിരിക്കും. അതായത് CT ഈസ് എ ഫങ്ഷൻ ഓഫ് YT-1 നമുക്ക് പറയാം. എൻ്റെ ഇന്നത്തെ ഇൻകം എൻ്റെ ഇന്നലത്തെ T-1 എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലത്തെ ഒരു ടൈം പീരീഡ് കുറയ്ക്കുക Tയിൽ നിന്ന്, അപ്പോൾ ഇന്നലെയായി. 2 ടൈം പീരീഡ് കുറച്ച് T-2 ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇന്നലത്തെ ഇൻകത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കെയ്ൻസ് പറയാം അദ്ദേഹം ഈ ഇൻകവും കൺസംഷനും ഒരുമിച്ച് നടക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ദർ ഇസ് നോ ലാഗ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. വി കൺസ്യൂം ഔട്ട് ഓഫ് അവർ കറണ്ട് ഡേയ്സ് ഇൻകം. ഓക്കെ, സോ ദാറ്റ് വാസ് എ Keynesian പെർസ്പെക്റ്റീവ്. ഇറ്റ് വാസ് എ സിമ്പിൾ പെർസ്പെക്റ്റീവ്. ഡൈനാമിക്സും കൊണ്ടുവരാൻ നമ്മൾ ടൈം എലമെൻ്റ് അത് കൊണ്ടുവന്നില്ല, സിമ്പിളായിട്ട് അതിനെ കണ്ട്. അപ്പോൾ ടൈം ലാഗ് ഇല്ല. ഇൻസ്റ്റൻറ്റേനിയസ് റെസ്പോൺസ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പെട്ടെന്ന് കൺസംഷൻ ഇൻകം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കും. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. കൺസംഷൻ ഇൻകത്തോട് പ്രതികരിക്കും. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് നോക്കി ഒന്നുകൂടെ നോക്കട്ടെ. ഡിലീറ്റ് ഇതുകൂടെ. ഓക്കെ, ഒരു സെക്കൻഡ്. Now, the Keynesian consumption function, I know നമുക്കൊരു ഡയഗ്രാം കൂടെ ഫുൾഫിൽ ചെയ്യണം. ഫോർ കെയ്ൻസ് കൺസംഷൻ ഫോളോസ് ഇൻകം വിത്തൗട്ട് എ ടൈം ലാഗ് ആൻഡ് CT ഈസ് എ ഫങ്ഷൻ ഓഫ് YT. ഓക്കെ, കറണ്ട് കൺസംഷൻ ആൻഡ് കറണ്ട് സേവിങ്സ് ആർ മേഡ് ഔട്ട് ഓഫ് വാട്ട്? കറണ്ട് ഇൻകം. ഇപ്പോഴത്തെ നമ്മുടെ കൺസംഷനും ഇപ്പോഴത്തെ നമ്മുടെ സേവിങ്സും എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ ഇൻകം അനുസരിച്ചാണ്. അക്കോർഡിംഗ് ടു ദി Keynesian തിയറി, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഇൻകം ഡിറ്റർമിനിങ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകത്തെ തീരുമാനിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലേ? ഇൻകത്തെ. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ΔY = ΔI × K എന്ന് പറഞ്ഞ് കേട്ടില്ലേ? അപ്പോൾ ഇൻകം ഡിറ്റർമിനിങ്, ഇൻകത്തെ തീരുമാനിക്കും. ഇൻകം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഇൻവെസ്റ്റ്മെൻറ്റിനെ ആശ്രയിക്കുന്നു. ΔI കേട്ടോ. ΔI എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. K എന്താണ്? മൾട്ടിപ്ലയർ. നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തോ? 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അതിൻ്റെ ടൈം മൾട്ടിപ്ലയർ, നമ്മുടെ മൾട്ടിപ്ലയറുടെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇൻകം ഉണ്ടാവുമെന്ന് മൾട്ടിപ്ലയർ പറയുന്നത് 5 ഇരട്ടി ഇൻകം ഉണ്ടാവുമെന്ന് പറഞ്ഞത്. 100 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ 5 ഇരട്ടി ഇൻകം ഉണ്ടാവും. അപ്പോൾ Kയുടെ വാല്യൂ എത്രയാണ്? 5. മനസ്സിലായല്ലോ. അപ്പോൾ എത്ര നമ്മൾ ഇൻകം ഉണ്ടായി? I എത്രയായിരുന്നു?
ഐ ചേഞ്ച് ഇൻ ഐ എന്ന് പറഞ്ഞാൽ 100 വൈ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇൻകം എത്രയായിരിക്കും എന്ന് ചോദ്യം. ഐ എത്രയായിരിക്കും? 500 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻകത്തെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആണ് എന്ത്? ഈ ഐ. മനസ്സിലായല്ലോ? അപ്പോൾ സോ ഇൻകം ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഇൻകം ഡിറ്റർമൈനിങ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിറ്റർമൈൻസ് വാട്ട് ഇൻകം, വേറെ സേവിങ് ഈസ് ഇൻകം ഡിറ്റർമൈൻഡ്. കാരണം എന്താ പറയുക, എസ് ഈസ് എ ഫങ്ഷൻ ഓഫ് വൈ. വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് വാട്ട് വി ക്യാൻ സേ. നമുക്ക് പറയുകയാണെങ്കിൽ ഡെൽറ്റ വൈ ഫങ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അത് ആശ്രയിക്കുന്നത് അങ്ങനെയാണ്, കെ ആണ്. പക്ഷേ ഇവിടെ എങ്ങനെയില്ല, സേവിങ്സ് ഇൻകത്തെ ആശ്രയിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സേവിങ്സ് എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മൾ ഇൻകത്തെ ആശ്രയിച്ചിരിക്കും. ഒരു പ്രയോഗം, സേവിങ്സ് എന്തിനെ ആശ്രയിച്ചിരിക്കും? സേവിങ്സ് ഇൻകത്തെ ആശ്രയിച്ചിരിക്കും. ഓർ സേവിങ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇൻകം, ഇൻകം ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, യു ഗോട്ട് ദാറ്റ് ഐഡിയ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ലോജിക്ക് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. ദ റേഷ്യോ ഓഫ് കൺസംഷൻ ടു ഇൻകം, ദാറ്റ് ഈസ് ABC. എന്താണ്? C by V. C by Y. C by Y. The ratio of consumption to income, that is called APC. അല്ലേ? ആവറേജ് പ്രൊപ്പൻസിറ്റി കൺസ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? C by Y. ആൻഡ് ദാറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻകം. അപ്പോൾ എന്താ പറയുന്നത് അറിയാം? എൻ്റെ അർത്ഥം നമ്മൾ പറയുകയാണെങ്കിൽ, കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യമേ എന്താണ്, 1 രൂപ ഇൻകം ഇല്ലെങ്കിലും നമ്മൾ എവിടെ നിന്നെങ്കിലും കടം മേടിച്ച് കഴിക്കും, കൺസംഷൻ. നമ്മൾ 5 രൂപ ഇൻകം ആകുമ്പോൾ നമ്മൾ 15 രൂപ കഴിക്കും. നമ്മൾ 10 രൂപ ഇൻകം ആകുമ്പോൾ നമ്മൾ 20 രൂപ കഴിക്കും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ നമ്മൾ 20 രൂപ ഇൻകം ആകുമ്പോൾ നമ്മൾ 25 രൂപ കഴിക്കും. നമ്മൾ 30 രൂപയുടെ ഇൻകം ആകുമ്പോൾ നമ്മൾ 30 രൂപ കഴിക്കും. C by Y എത്ര? ഇവിടെ ഇൻഫിനിറ്റിയാണ്. C by Y. സെക്കൻഡ് കമൻറ്റ് വേണം. ഓക്കെ, അപ്പോൾ ഇത് C by Y. ഓക്കെ, ഇവിടെ ഇൻഫിനിറ്റി. ഇവിടെ എന്താണ്? C എത്ര? 15 എത്രയാണ്? 3 ആണ്. ഇവിടെ എത്രയാണ്? 20/10 എത്രയാണ്? 20/10 C by Y. ഈ 2 ആണ്. 25/20 നമുക്ക് പറയുകയാണെങ്കിൽ കുറച്ച് 25/20 1.3 ഒക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കും. ഇതെത്രയാണ്? 1. ശരിയല്ലേ? 1. ഇനി നമ്മൾ ഇൻകം 50 രൂപയാണെങ്കിൽ, ഇൻകം 50 രൂപയാണെങ്കിൽ നമ്മൾ എത്രയാണ് കഴിക്കുക? 50 രൂപ കഴിക്കും, 40 രൂപ കഴിക്കും. അപ്പോൾ എത്രയായിട്ട്? 0.8 ആയി. ശരിയല്ലേ? അപ്പോൾ C by Y കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ നോക്കാം, ഇവിടെ ഇൻഫിനിറ്റി എന്നാണ് ഞാൻ ഇട്ടേക്കുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല, കാരണം 10നെ 0 കൊണ്ട് കഴിക്കുക. അപ്പം ഇൻഫിനിറ്റി 3, 2, 1.3, 1.8. അപ്പോൾ എന്താ? C by Y ഈസ് falling as Y increases. as what increases? Y increases 0, 5, 10, 20, 30. അപ്പോൾ നമ്മൾ Y ആണല്ലോ ആദ്യം കൂടുന്നത്. അപ്പോൾ C അനുസരിച്ച് കൂടുകയാണല്ലോ. നമ്മൾ Y കൂടുന്ന കാര്യം നോക്കിയാൽ മതി. Y കൂടുന്ന അനുസരിച്ച് C by Y കുറയുക, അല്ലെങ്കിൽ Y കൂടുന്ന അനുസരിച്ച് APC കുറയുക. മനസ്സിലായല്ലോ? എന്താണ് പറയുന്നത്? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കുറയും. ഇതൊരു ടേബിൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ് എൻ്റെ വിശ്വാസം. വളരെ ഈസി ആണല്ലോ, അത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ APC നമ്മൾ എങ്ങനെ അളക്കുന്നറിയോ? APC അളക്കുന്നത് ഞാൻ ഡയഗ്രത്തിൽ കൂടെ പറയാം. നമ്മൾ ഇക്കണോമിക്സിൻ്റെ മെത്തഡോളജി പഠിക്കുന്നത് പറയും. അതായത് നമുക്ക് ഇക്കണോമിക്സ് പല രീതിയിൽ പഠിക്കാം. നമുക്ക് ഇങ്ങനെ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് പഠിക്കാം, പാരഗ്രാഫിലൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡയഗ്രത്തിൽ കൂടെ പഠിക്കാം, മാത്സിൽ കൂടെ പഠിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ C by Y എങ്ങനെ അളക്കും എന്നുള്ളതാണ്. C by Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കൺസംഷൻ ഫംഗ്ഷൻ, കെയ്ൻസിയൻ കൺസംഷൻ ഫംഗ്ഷൻ. ഞാനിവിടെ കൂടുതൽ അടയാളപ്പെടുത്തുന്നത് ഈ ഒരു ലൈൻ കണ്ടോ? ഈ ലൈനാണ് എൻ്റെ കെയ്ൻസിയൻ കൺസംഷൻ ഫംഗ്ഷൻ. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? C = A + BY. എന്താണ് ഈ A കാണിക്കുന്നത്? അറ്റ് 0 ലെവൽ ഓഫ് ഇൻകം there will be positive amount of consumption. What is the level of consumption when your income is 0? It is equal to A. It is equal to what? A. Plus, C is not just A. It is A plus B into Y. Okay, what is Y? Income. This is income. Here it is consumption. Okay, so Y യുടെ B മടങ്ങ് കണ്ട് കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കും. ആദ്യം നമ്മൾ എത്രയായാലും ശരി A ഉണ്ടായിരിക്കും. അപ്പം കൺസംഷൻ ഫംഗ്ഷൻ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യും? Y കൂടുന്നതനുസരിച്ച്, പിന്നെ ഇവിടെ 0 ആണല്ലോ Y, പിന്നെ Y കൂടുക, 10 രൂപ, 100 രൂപ, 1000 രൂപ, അങ്ങനെ അങ്ങ് പോവുക. അപ്പം അങ്ങനെ ആ കൂടുന്ന Yയുടെ B മടങ്ങ് കണ്ടും കൂടെ കൺസ്യൂം ചെയ്യും. ആദ്യമേ A കൂടെ, ഇപ്പം എതിരെ പോലും മിനിമം A കാണും എല്ലാ വ്യക്തികൾക്കും. പിന്നെ അതിൻ്റെ കൂടെ ഇൻകം അത്ര കൂടി അതിൻ്റെ ബിയുടെ വാല്യൂ എത്ര? B ലൈസ് ബിറ്റ്വീൻ വാട്ട്? 0 and 1. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത് 0.8 ആണെങ്കിൽ C = ഇത് നമ്മൾ ഒരു 100 രൂപ, 50, 40 രൂപ എന്ന് വിചാരിച്ചു. 40 + 0.8 ഇൻറ്റു Y ആയിരിക്കും. മനസ്സിലായല്ലോ? 0.8 ഇൻറ്റു എന്തായിരിക്കും? Y ആയിരിക്കും. അപ്പം Y എത്രയാണോ? Y 500 ആണെങ്കിൽ എത്രയാണ്? ഇവിടെ 500 ആണെങ്കിൽ 8, 5, 40, 400. ഇവിടെ ഇത് 400 കിട്ടുമേ. ശരിയല്ലേ? 8, ഇത് ഇൻകം എത്രയാണ്? 500 രൂപ. അപ്പോൾ 8, 5, 40, 400 രൂപ പ്ലസ് 40 രൂപ
അപ്പോൾ എത്രയായിരിക്കും? 440 രൂപ. എത്ര ഇൻകം ആണെങ്കിലും അപ്പോൾ അവിടെ എത്രയാണ് ഇൻകം? എത്രയാണ് ഇൻകം എത്രയാണ്? ഇൻകം 500. കൺസംഷൻ എത്രയാണ്? 400 + 40 440. അപ്പോൾ എസ് എത്രയായിരിക്കും? 60 രൂപ. കാരണം എന്താ? C + S ആണ് ഏത് വൈ. മനസ്സിലായില്ല? നമ്മൾ പഠിച്ചിട്ടില്ലേ? C + S = Y നമ്മൾ പഠിച്ചിട്ടില്ലേ? കൺസംഷൻ നമ്മൾക്ക് എവിടെ എത്ര കിട്ടി? 440 കിട്ടി അല്ലേ? 440 കിട്ടി. എഴുതിക്കോട്ടെ. പ്ലസ് 440 + S = Y. Y എത്രയാണ്? 500. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. 500 സോ S = 500 - 440 എത്രയാണ്? 60 ആയിരിക്കും. അപ്പോൾ സംഭവം അവിടെ ഓക്കെ. ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തില്ലേ? ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. ഡിലീറ്റ് ചെയ്യാനുള്ള ഭയങ്കര പിന്നെ എവിടെയാണ് പാടാ? ഇല്ല, എവിടെ പോകുന്നറിയാം. ഡിലീറ്റ് മൊത്തം പോയോ? ഇത് ഡിലീറ്റ് ചെയ്തു. ഇത് ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ഓക്കെ. അപ്പോൾ വലിയ പ്രശ്നമില്ല. ഡിലീറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്നതെന്നു അറിയാം എങ്ങനെയാണ് APC ഇവിടെ ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. APC ഓർക്കുന്നുണ്ടല്ലോ? ഇൻഫിനിറ്റി 3 2 1.3 1.8 ഒക്കെ നമുക്ക് പറഞ്ഞു പോയല്ലോ. ഈ APC എങ്ങനെ മനസ്സിലാകും? ഇത് നമ്മൾ എത്ര? C/Y ആണ്. ഇൻകം എത്രയാണ്? 0. അപ്പോൾ പോയിൻ്റ് ഏതാ? ഇതാണ് പോയിൻ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് C/Y കാണാനുണ്ടല്ലോ. ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് ദിസ് ഈസ് അവർ ഇൻകം പോയിന്റ്. This is our constant. You draw a line. Okay, draw a line. Measure its slope. What is its slope? നമ്മൾ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോഗ്മെട്രിക്കലി നമ്മൾ പഠിക്കുന്നില്ല. ജസ്റ്റ് നോക്കുക. ഇതിൻ്റെ സ്ലോപ്പ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ ഭയങ്കര സ്ലോപ്പ് കൂടുതലാണ്. ഇവിടെ സ്ലോപ്പ് 0 ആണ് നമുക്ക് പറയാം. ഇവിടെ സ്ലോപ്പ് എത്ര? ഇൻഫിനിറ്റിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ C എത്രയാണ്? C 20. നമ്മൾ എത്രയാണെന്ന് പറഞ്ഞത്? C എത്രയാണ്? 10. C എത്രയാണ്? C 10 ഇവിടെ പറഞ്ഞേക്കുന്നത്. 10. സോറി, യെസ്, ഇവിടെ C 10. Y എത്രയാണ്? 0. അപ്പോൾ എത്രയാണ്? ഇൻഫിനിറ്റി. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് എത്രയാണ്? അത് ഇൻഫിനിറ്റി. ഈ ലൈന് ഭയങ്കര സ്ലോപ്പാണ്. കാരണം കുത്തനെയാണ്. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരുവ് കുത്തനെ, ചെരുവ് കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ചെരുവുണ്ടോ? ഇല്ല, 0 ആണ്. ഇനി ഞാൻ വേറൊരു പോയിൻ്റ് എടുക്കുക. ഇവിടുന്ന് ഇവിടെ ഒരു പോയിൻ്റ് വരയ്ക്കുക. ഇവിടെയാണ് നമ്മുടെ കൺസംഷൻ. ഇവിടെയാണ് നമ്മുടെ കൺസംഷൻ. യെസ്. അപ്പോൾ നമ്മുടെ ഇൻകം എത്രയാണ്? ഇൻകം വേണമെങ്കിൽ നമുക്കൊരു എത്ര രൂപയെന്ന് വരെ 10-30 രൂപയൊക്കെയുള്ളായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വര വരയ്ക്കണം. ഇതെന്തോ ഈ വര വരയ്ക്കണം. ഈ വരയുടെ സ്ലോപ്പായിരിക്കും ഇനി നമ്മുടെ എന്ത്? C/Y. അപ്പോൾ അങ്ങനെ ആകുമ്പം ഇതിനേക്കാളും സ്ലോപ്പ് കുറവല്ലേ ഇത്? അല്ലേ? ഇത് സ്ലോപ്പ് ഭയങ്കര കുത്തനെ കൂടുതൽ. ഇങ്ങനെ നോക്കണം. ഇങ്ങനെ കുത്തനെ കൂടുതൽ. ഇത് അല്പം കുറവാണ്. അപ്പോൾ അവിടുത്തെ C/Y എത്രയായിരിക്കും? നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്? 15/5. 15/5. C 15-ഉം Y 5-ഉം. Y 5 ആട്ടോ. C 15 വിചാരിക്കാം. മുമ്പ് 10 നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ 15/10 നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. ശരിയല്ലേ? ഇവിടെ നമ്മളെന്താ എത്ര പറഞ്ഞു? ഇവിടെ നമ്മൾ 10 പറഞ്ഞ്, ഇവിടെ 5 പറഞ്ഞു. അപ്പോൾ 2. 10/2. 10/5. 10 കൺസംഷനും 5 ഇൻകവും കൂടെ കൂടുമ്പോൾ C/Y എന്ന് പറഞ്ഞാൽ APC ആണ്. APC എത്ര കിട്ടി? പറഞ്ഞു 2 കിട്ടി. അപ്പോൾ ഇതെത്രയാണ്? ഇതിൻ്റെ സ്ലോപ്പ് എത്രയാണ്? 2 നോക്കുക. ഇതിൻ്റെ സ്ലോപ്പ് എത്രയാണ്? ഇൻഫിനിറ്റി. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇങ്ങോട്ട് വെക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 20 എന്ന് പറയാം. ഇവിടെ നമുക്ക് 20 എന്ന് പറയാം. കാരണം ഈ ഡിസ്റ്റൻസും ഒരുപോലെയാണ്. അപ്പോൾ കൺസംഷൻ എത്രയാണ്? 20. ഇൻകം എത്രയാണ്? 20. മനസ്സിലായല്ലോ? അപ്പോൾ കൺസംഷൻ ബൈ Y = APC = 20/20 = 1. മനസ്സിലായല്ലോ? അപ്പോൾ APC എത്രയാണ്? അപ്പോൾ ഈ പോയിൻ്റ് എത്രയാണ്? 1. ഇവിടെ എത്രയാണ്? ഇൻഫിനിറ്റി. ഇവിടെ എത്രയാണ്? 2. ഇവിടെ എത്രയാണ്? 1. അപ്പോൾ എന്താ നമുക്ക് കാണിക്കുന്നത്? ഇൻകം കൂടും തോറും APC കുറയുക. മനസ്സിലായല്ലോ? കാരണം എന്താ? സ്ലോപ്പ് കുറയുക. കണ്ടോ? സ്ലോപ്പ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഈ ലൈൻ ഭയങ്കര സ്ലോപ്പ് ഉള്ള ഇൻഫിനിറ്റാണ്. ഇവിടെയോ സ്ലോപ്പ് 0. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് സ്ലോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പാണ് കുറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് ഒറിജിനിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ്റെ സ്ലോപ്പാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ കൺസംഷൻ ഫംഗ്ഷൻ്റെ സ്ലോപ്പ് അല്ല കുറഞ്ഞിരിക്കുന്നത്. കൺസംഷൻ ഫംഗ്ഷൻ്റെ സ്ലോപ്പിന് പറയുന്നത് B അല്ലെങ്കിൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ APC വരയ്ക്കുന്നത്. സോ APC decreases as income increases.
മനസ്സിലായല്ലോ. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യും തോറും APC എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും along a consumption function. Okay, so in the case of a consumption function, as the APC, as the income goes up, the APC, that means C by Y, it comes down. ഓക്കെ, സോ മനസ്സിലായല്ലോ. നമുക്ക് ടേബിളിൽ നിന്ന് മനസ്സിലായി, നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലായി. ഇനി ഒരു കാരണവശാലും ഇത് മറന്നു വയ്ക്കരുത്. ദാറ്റ് ഈസ് ദി APC. ഇനി നമ്മൾ എന്താണ് ഈ കൺസംഷൻ ഫംഗ്ഷനിൽ 2-3 കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡയഗ്രം ഒന്നുകൂടെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൺസംഷൻ ഫംഗ്ഷൻ എന്തെല്ലാം സംഭവങ്ങളും നോക്കുക. ഇതാണ് കൺസംഷൻ ഫംഗ്ഷൻ. നമ്മൾ അതിനൊരു ഇക്വേഷൻ കൊടുത്തു, C = A + B. അതിന് A എന്താണെന്ന് പറഞ്ഞു. ഇത് എന്താണ്? A ഈസ് ഓട്ടോണമസ് കൺസംഷൻ കോമ്പണൻറ്റ് വിച്ച് സേസ് ദാറ്റ് ഈവൻ ഇഫ് ഇൻകം ഇസ് 0 their consumption will be positive. So that positive component of what consumption that is independent of the level of income is called autonomous consumption. This is the first part. നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ 2 പാർട്ടുണ്ട്. ഈ A പാർട്ടും ഈ BY പാർട്ടും രണ്ടും കൂടെ കൂടുന്നതാണ് കൺസംഷൻ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മുമ്പ് 40 ആയിരിക്കും, 20 ആയിരിക്കും, 10 ആയിരിക്കും. BY എന്ന് പറഞ്ഞാൽ BY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y വൈയുടെ എത്ര പ്രപ്പോർഷൻ കണ്ട് കൺസംഷൻ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇൻകം ഇത്ര ആയാലും ശരി, ഇത്ര ഇൻകം 0 ആയാലും ഇൻകം 1000 ആണെങ്കിൽ ഇത്രയും കൺസംഷൻ അവിടെ കാണും. ഇതെന്ന് പറഞ്ഞാൽ ഇൻകം അനുസരിച്ചായിരിക്കും ഈ കൺസംഷൻ കോമ്പണൻറ്റ്. അപ്പോൾ ഇൻകത്തിൻ്റെ ഒരു മടങ്ങ് എത്രയായിരിക്കും? 0.6 മടങ്ങ്, 0.8 മടങ്ങ്, അല്ലെങ്കിൽ 0.4 മടങ്ങ്, ചിലപ്പോൾ 1 മടങ്ങ്. അത് ഇരട്ടിയായിരിക്കും. അത് എത്രയാണോ അത്ര തന്നെയായിരിക്കും കൺസംഷൻ, ഇരട്ടിയില്ല കൺസംഷൻ. പിന്നെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇൻകത്തിൻ്റെ എത്ര ശതമാനം നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ B എന്നുള്ളത് കാണിക്കുന്നത്. B എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഓക്കെ, യുവർ ടെൻഡൻസി ടു കൺസ്യൂം ഔട്ട് ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഇൻകം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അപ്പോൾ മനസ്സിലായല്ലോ. കൺസംഷൻ നമ്മളൊരു കൺസംഷൻ ഫംഗ്ഷൻ നമ്മൾ വരച്ച് ഞാൻ ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഭാഗം മൊത്തം ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര സമയമെടുക്കും. ഇന്ന് മുഴുവൻ സമയമെടുക്കും. അതിന് മുമ്പ് ഒന്ന് സെലക്ട് ചെയ്യാൻ നോക്കട്ടെ. നേരത്തെ അഡോബിയുടെ PDF അനുസരിച്ചായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അന്നേരം എളുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ അത് PDF റീഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ വേർഡ് ഫയൽ ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. വേർഡ് ഫയൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ എല്ലാം സെറ്റപ്പ്. ഇതും കൂടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അവനെ ഡിലീറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ കൺസംഷൻ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതാണ് Keynesian കൺസംഷൻ ഫംഗ്ഷൻ വിച്ച് ഹാസ് ആൻ ഇൻ്റർസെപ്റ്റ് ഹിയർ. ഇറ്റ് ഇസ് എ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ. എങ്ങനെയാണ് ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷൻ? That means even if there is income, even if the income is 0, there will be a positive consumption component. That is the feature of what we can say and a short run consumption function or a Keynesian consumption function. Here it is what the positive intercept. This is the positive interception, okay, which shows the amount of consumption that you will have even if your income is 0. So the consumption function equation is C = A + BY. We are fracturing this component A and BY. Okay, I told you what is it is called autonomous consumption component. In the diagram, A is a positive constant which is independent of the level of income. Even if I is 0, consumption take place to the tune of A, or in other words, A is the positive autonomous consumption component. Okay, ഇതാണ് A. നമുക്ക് പിടിയിട്ടില്ല. ഇനി നമുക്ക് അടുത്തായിട്ട് കാണുന്നത് എന്താണെന്ന് അറിയാം. ഈ Y എന്താണെന്ന് നമുക്കറിയാം അല്ലേ. C = A + BYയിലെ Y എന്താണെന്നറിയാം. ഇനി നമ്മൾ B എന്താണെന്ന് നമ്മൾ A പഠിച്ചു. നമുക്ക് Y എന്ന് പറഞ്ഞ ഇൻകം നമുക്കറിയാം. B എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കൺസംഷൻ്റെ അകത്ത് ഇത്രയും സംഭവങ്ങൾ. എന്താണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഷോസ് ഹൗ കൺസംഷൻ ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ ഇൻകം. മനസ്സിലായല്ലോ. എങ്ങനെയാണ് ഇൻകം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കൺസംഷൻ ചേഞ്ച് ചെയ്യുന്നത്? എന്താണ് ചേഞ്ചിൻ്റെ ഇതാണ് ഡെൽറ്റ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കൺസംഷൻ ചേഞ്ച് ചെയ്യുന്നത് വിത്ത് ചേഞ്ച് ഇൻ ഇൻകം. മനസ്സിലായോ. ഇൻകം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കൺസംഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? ദാറ്റ് ഷോസ് ഡെൽറ്റ CY, ഡെൽറ്റ Y, ആൻഡ് വി കോൾ ഇറ്റ് എസ് MPC, ആൻഡ് ഇൻ നോട്ടേഷൻ വി എക്സ്പ്രസ് ഇറ്റ് എസ് B. ഓക്കെ, സോ the MPC or B, it shows how consumption behaves or changes with changes in what? Y. മനസ്സിലായല്ലോ. അപ്പോൾ how consumption behaves with Y or how consumption changes with Y. മനസ്സിലായല്ലോ. ഇൻകം ചേഞ്ച് അനുസരിച്ച് എങ്ങനെ കൺസംഷൻ ചേഞ്ച് ചെയ്യുന്നു എന്നാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി. മാർജിനൽ വാക്കിൻ്റെ അർത്ഥം അറിയാം. നമുക്കറിയാവുന്നതാണ് മാർജിനൽ. നമ്മൾ എക്കണോമിക്സ് നമുക്ക് കാര്യമായിട്ട് പഠിക്കാം മാർജിനൽ. സോ ദി ലാസ്റ്റ് ചേഞ്ച്, ദ അഡീഷണൽ ചേഞ്ച്, വാട്ട് എവർ ഇറ്റ് മേ ബി, സോ
That is the concept of marginal propensity to consume. It indicates individual's tendency to consume. Additionally, with the increasing his income. മനസ്സിലായല്ലോ? ഒരു ഇൻഡിവിജ്വലിൻ്റെ ടെൻഡൻസി, എന്ത് ടെൻഡൻസി? ഇൻകം കൂടുന്നതനുസരിച്ച് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ടെൻഡൻസിക്കാണ് നമ്മൾ എന്ത് പറയുക? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുക. ദ MBC is represented by the slope of the consumption function. ഓക്കെ, എന്താണ് സ്ലോപ്പ് ഓഫ് ദി കൺസംഷൻ ഫംഗ്ഷൻ? വാട്ട് ഈസ് സ്ലോപ്പ്? I told you this is slope. This is a line, a straight line, its slope is infinite. This is a straight line, simply its slope is 0. നമ്മൾ വിചാരിക്കുക കേട്ടോ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സ്ലോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇൻഫിനിറ്റാണ് എന്ന് വിചാരിക്കുക അല്ലേ? ഈ സ്ലോപ്പ് അല്പം കുറവാണ്, ഇത് ഇച്ചിടെ കുറയാം, ഇത് ഇച്ചിടെ കുറയാം, ഇത് ഇച്ചിടെ കുറയാം, ഇത് ഇച്ചിടെ കുറയാം, ഇച്ചിടെ കുറയാം, ഇത് ഇച്ചിടെ കുറയാം, സ്ലോപ്പ് 0 ആവുമെന്ന് വിചാരിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ലൈനിന് ഒരു സ്ലോപ്പുണ്ട്, ഇൻഫിനിറ്റിയിൽ നമ്മൾ 0ലേക്ക് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ MBC ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി കൺസംഷൻ. ദിസ് ഈസ് ദ കൺസംഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇറ്റ് സ്ലോപ്പ് ഈസ് വാട്ട്? MBC. ഇറ്റ് സ്ലോപ്പ് ഈസ് B. MBC. ഓക്കെ, MBC ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്ലോപ്പ് ഓഫ് ദി കൺസംഷൻ. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ B. അപ്പോൾ എന്താണ്? ΔC/ΔY ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി കൺസംഷൻ. It's a behavioral coefficient which indicates how consumption changes with what? Income. മനസ്സിലായല്ലോ? സോ MBC is the slope of the consumption function. ഇതിൻ്റെ ചെരുവാണ്. മനസ്സിലായല്ലോ? നമ്മൾ മുമ്പേ ഇങ്ങനെ ഒരു ചെരുവ് പറഞ്ഞു, അപ്പോൾ അവിടെ ഓരോ പോയിന്റിലും നമ്മൾ വരച്ചിട്ടാണ് പറഞ്ഞത്. ഇത് എന്താണ്? ഇത് APC ആണ്. ഇവിടെയാണ് നമ്മുടെ കൺസംഷൻ എന്ന് പറയുക. നമ്മൾ എന്താ പറയുക? ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതും APC ആണ്, ഈ പോയിന്റിൽ APC ആണ്. ഇനി അടുത്ത് ഇവിടെ ഒരു പോയിന്റ് വരച്ച്, ഇതാണ് നമ്മുടെ കൺസംഷൻ പോയിന്റ്. മനസ്സിലായി? ഇതാണ് കൺസംഷൻ. ഇവിടെ നമ്മുടെ ഇൻകം. ഇപ്പോൾ ഇവിടെ ഇൻകം ഇവിടെയായിരുന്നു, ഇപ്പം നമ്മുടെ ഇൻകം ഇതാ ഇവിടെയാണ്, ഇപ്പം നമ്മുടെ കൺസംഷൻ ഇവിടെയാണ്. അപ്പം നമ്മളിവിടെ ഇങ്ങോട്ടൊരു സ്ലോപ്പ് വരച്ച്, ഇതാണ് നമ്മുടെ APCയുടെ സ്ലോപ്പ്. പക്ഷേ സ്റ്റിൽ MBCയുടെ സ്ലോപ്പ് എന്താ? ഇത് തന്നെയാണ്. MBCയുടെ സ്ലോപ്പ് എപ്പോഴും ഇത് തന്നെയായിരിക്കും. APCയുടെ സ്ലോപ്പ് മാറിക്കൊണ്ടിരിക്കും. അവിടെ ഇൻകം കൂടുന്നതനുസരിച്ച് ഈ പോയിന്റിലാണ്, നേരത്തെ ഈ പോയിന്റിലായിരുന്നു, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച് ഇതിൻ്റെ സ്ലോപ്പ്, ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് സ്ലോപ്പ്, ഇതായിരുന്നു ന്യൂ കൺസംഷൻ പോയിന്റ്, ഇങ്ങോട്ട് വരച്ച് അതിൻ്റെ സ്ലോപ്പ്. സോ APC എന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്ലോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മൾ പറഞ്ഞ സ്ലോപ്പ്, ഈ APCയുടെ സ്ലോപ്പ് APC കുറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളത് കണ്ടായിരുന്നു മുമ്പ്, ശരിയല്ലേ? അപ്പോൾ ഓരോ റെലവൻറ്റ് ഇൻകം പോയിൻ്റ് എടുക്കണം. ഇത് ഇൻകം പോയിൻ്റ് എൻ്റെ കൺസംഷൻ പോയിൻ്റ്, ഇത് ഇൻകം പോയിൻ്റ് എൻ്റെ കൺസംഷൻ പോയിൻ്റ്, ഇത് ഇൻകം പോയിൻ്റ് അതിൻ്റെ കൺസംഷൻ പോയിൻ്റ്, ഇത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം, അന്നേരമാണ് നമുക്ക് APC കിട്ടുക. പക്ഷേ MBC ഇത് തന്നെയാണ്, ഈ കൺസംഷൻ ഫംഗ്ഷൻ്റെ സ്ലോപ്പാണ്. ആ സ്ലോപ്പിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഫോർ എ സ്ട്രേറ്റ് ലൈൻ ദി സ്ലോപ്പ് റിമെയിൻസ് ദി സെയിം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഡിലീറ്റ് ചെയ്തോട്ടെ. എന്തിനാണെന്ന് പറയുക ഞാനിങ്ങനെ പഠിപ്പിക്കുന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കൺസംഷൻ ഫംഗ്ഷൻ, അതിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലേ നമുക്ക് പിന്നീട് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പഠിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ച് കാണുമായിരിക്കും നിങ്ങൾ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ഈസ് റെപ്രസെൻറ്റ് MBC represented by the slope of the consumption function. Okay, so ΔC/ΔY is the slope of the consumption function, and this is the consumption function. Okay, here C is A plus BY. B is the slope of the consumption function. A is the positive component. Y അനുസരിച്ചാണ് B ചേഞ്ച് ചെയ്യുന്നത്. അപ്പം B ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. B ഇതിൻ്റെ ചെരുവാണ് കാണിക്കുന്നത്. മനസ്സിലായല്ലോ? അത് ത്രൂ ഔട്ട് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ നിങ്ങളൊരു പോയിന്റ് വരയ്ക്കുക, ഒരു ലൈൻ വരയ്ക്കുക, അത് തന്നെയായിരിക്കും. ഇവിടെ ഒരു പോയിന്റ് ഇട്ട് അതിൻ്റെ ചെരുവ്, ഇവിടെ ഒരു പോയിന്റ് ഇട്ട് അതിൻ്റെ ചെരുവ്, ഇത് തന്നെയായിരിക്കും. അപ്പോൾ ത്രൂ ഔട്ട് എ സ്ട്രെയിറ്റ് ലൈൻ ദ സ്ലോപ്പ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. മനസ്സിലായല്ലോ? ത്രൂ ഔട്ട് എ സ്ട്രെയിറ്റ് ലൈൻ the slope remains constant. Since this is a straight line consumption function, its slope remains constant. That means delta C/delta Y remains constant. That means B remains constant or MBC remains constant. മനസ്സിലായല്ലോ? അപ്പോൾ throughout this level of income, we can say that the MBC remains constant. We say that MBC is 0.8. Okay, for throughout this consumption, or 0.6 for this consumption function. This is one. Okay, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളങ്ങനെ പറയുകയാണ് കൺസംഷൻ ഫംഗ്ഷന് ഒരു പ്രത്യേക സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ സ്ലോപ്പിനെയാണ് MBC എന്ന് പറയുക. APC എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒറിജിനിൽ നിന്ന് ഓരോ പോയിന്റിൽ നമ്മൾ പറയാം ഇതാണ് നമ്മുടെ ഇൻകം പോയിന്റ്, അങ്ങോട്ടൊരു ലൈൻ വരയ്ക്കും. അപ്പോൾ അതിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ APC എന്ന് പറയുന്നത്. ഓക്കെ, സോ MBC is the behavioral coefficient of the consumption. സോ ഇവിടെ ഒരു വാക്കും കൂടെ, ഇറ്റ് ഈസ് ഇൻ അതർ വേസ് B is geometrical representation of MBC. B എന്ന് പറഞ്ഞാൽ എന്താണ്? MBC ഇറ്റ്സ് എ geometrical representation of what?
MBC. MBC is the behavioral coefficient of the consumption. Behavioral coefficient. It shows how consumption behaves with changes in level of income. Its value lies between 0 and 1. നമ്മൾ പഠിച്ചതാണ് അല്ലേ. MBC is constant along a linear consumption. What is a linear consumption? It's a straight line consumption like this. Okay. So throughout this MBC, this consumption function, even if your consumption is here, your income here pointed here, your income is here, your consumption is at a point B, okay, point B, then your income is here, and your consumption falls at point C. So throughout A, B and C, the MBC is 0.8 constant. APC എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഇവിടുത്തെ ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ APC. ഈ സ്ലോപ്പാണോ? ഈ സ്ലോപ്പ് അല്ല, കുറഞ്ഞു. ഇതാണോ? അല്ല, ഇവിടുത്തെ അല്ല, കുറഞ്ഞു. അപ്പോൾ APC എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. കുറഞ്ഞു. MBC എന്ത് ചെയ്യുക? MBC കോൺസ്റ്റൻ്റാണ്. എവിടെ? ത്രൂ ഔട്ട് ദിസ് straight line short run consumption function. So that is the difference between APC and MBC. Okay, this is APC, this is MBC. മനസ്സിലായല്ലോ. So MBC is constant along linear. Its value always less than APC in a short run consumption. അത് നമ്മൾ പിന്നീട് നോക്കാം. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് നോക്കണ്ട. Induced consumption component. BY is the induced consumption, induced by the level of income. കാരണം ഇൻകം ചേഞ്ച് അനുസരിച്ച് കൺസംഷൻ എത്രമാത്രം ചേഞ്ച് ചെയ്യും? BY കണ്ട് ചേഞ്ച് ചെയ്യും. വൈയുടെ ബി മടങ്ങുന്നുണ്ട്. ബി എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. മനസ്സിലായല്ലോ. സോ ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ചസ് ഇൻ ദ ഇൻകം ആൻഡ് ചേഞ്ചസ് ഇൻ വാട്ട് the level of consumption, and that is shown by BY component. So the consumption function has two components, the A component and the BY component. A component says it is independent level of income. BY component says how in that component of the consumption which is depending upon what? Y. Altogether consumption is a function of what? Y. We know that. Now ഇനി നമുക്ക് APC കൂടെ നമുക്ക് നോക്കിയിട്ട് നിർത്താം. നോക്കട്ടെ APC നമുക്ക് അതുകൊണ്ട് നമുക്ക് പഠിക്കാം, കുഴപ്പമൊന്നുമില്ല, അതിനുള്ള സമയമുണ്ട്. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്തോട്ടെ. ഡിലീറ്റ് ചെയ്തു ഡയഗ്രാം വെക്കണം. So now what is APC? We saw in detail about APC. Average propensity to consume is the ratio between consumption and income. Okay, it shows what is the proportion of the two between the two. Okay, under the Keynesian consumption function, APC decreases throughout but is higher than MBC. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ. This is a consumption function. Okay, then you see what is APC at a point A. This is the slope of APC. This is the slope of MBC. മനസ്സിലായല്ലോ. ഈ സ്ലോപ്പ് അല്ലേ കൂടുതൽ? ഇതുണ്ടോ ഇവിടുന്ന് ഒയിന്ന് എയിലേക്ക് വരുന്ന ഈ ലൈൻ്റെ സ്ലോപ്പ് അല്ലേ കൂടുതൽ? അതെ. ഇനി നമ്മൾ അടുത്ത പോയിന്റ് വരിക കൺസംഷനിൽ, ഇത് ബി വരിക. ഈ സ്ലോപ്പ് അല്ലേ കൂടുതൽ ഇതിനേക്കാളും? ശരിയല്ലേ? അതെ. ഇത് നമ്മൾ ഡയഗ്രാം വെച്ച് പഠിക്കുന്ന കേട്ടോ. നമ്മൾ എക്സാമ്പിൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പഠിച്ചെടുത്തെല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ട് കാണുന്നില്ല. നമ്മൾ കണ്ടില്ലായിരുന്നു. എന്തായിരുന്നു ഒരു കൺസംഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ടോ, എക്സാമ്പിൾ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഞാൻ ഇതുണ്ടെങ്കിൽ ഇതുണ്ടോ കൺസംഷൻ ഇൻകം 50, 100, 200, 300, 400. എ എത്രയായിരിക്കും? 20, 20, 20, 20. BY എത്രയായിരിക്കും? അതിന് നമ്മൾ ബി അറിയണം. ബി എത്രയാണ്? 0.8. വൈ എത്രയാണ്? വൈ നമ്മളെവിടെ ഇടും? വൈ നമ്മുടെ അടുത്തില്ല. വൈ എത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ദാണ്ട വൈ കിടക്കും 0. അപ്പോൾ BY എത്രയായിരിക്കും? 0.8 × 0. അപ്പോൾ നമ്മൾ ആദ്യമേ 0 തന്നെയായിരിക്കും. കാരണം ഇൻകം 0 ആകുമ്പോഴത്തേക്കും BY 0 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും കൺസംഷൻ എന്ന് പറയുന്നത്? എ അനുസരിച്ചേക്കും 20. 50 രൂപ ആകുമ്പോഴത്തേക്കും 8, 5, 40. BY 40 ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പം MBC എത്രയായിരിക്കും? APC എത്രയായിരിക്കും? APC നമ്മൾ നോക്കുക എത്രയാണ്? APC എന്ന് C/B ആണല്ലോ. C എത്രയാണ്? 60. Y എത്രയാണ്? Y 40. അപ്പോൾ 60 / 50 1.2. ഇവിടെ എത്രയാണ്? APC ഇൻഫിനിറ്റിയാണ്. കാരണം എന്താ? C എത്രയാണ്? 20. ഇൻകം എത്രയാണ്? 0. 20 / 0 എത്രയാണ്? ഇൻഫിനിറ്റി. പിന്നെ ഇവിടെ വരുമ്പോൾ 60 കൺസംഷൻ, 50 എന്താണ്? 50 എന്താണ്? ഇൻകം. 60 / 50 നമുക്ക് എത്ര? 1.2. ഇനി അപ്പോൾ ഇവിടെ എത്രയാണ്? ഇൻകം 100, കൺസംഷൻ 100, 100 / 100. 100 രൂപ ഇൻകം കിട്ടിയെങ്കിൽ 100 രൂപ കൺസ്യൂം ചെയ്യുന്നുണ്ട്. 100 രൂപ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ APC എത്രയാണ്? 1 ആണ്. ശരിയല്ലേ?
ഇനി നമ്മൾ 150 രൂപയാണ് 200 രൂപ നമ്മുടെ ഇൻകം കിട്ടിയപ്പോൾ നമ്മൾ 150 രൂപ കൺസ്യൂം ചെയ്തു. 150 ഡിവൈഡ് ബൈ 200 0.9 കിട്ടി. പിന്നെ ഇങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ കൺസംഷനെയും ലെവൽ ഓഫ് കൺസംഷനെയും ഓരോ ലെവൽ ഓഫ് ഇൻകത്തിലുള്ള കൺസംഷനെ ആ റെസ്പെക്റ്റീവ് ഇൻകമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. APC കുറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം MBC എന്താണ് 0.8 എപ്പോഴാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് എത്രയൊക്കെ ഇൻകം കുറഞ്ഞാലും APC ഈസ് ലോ ഹയർ ദാൻ MPC. ശരിയല്ലേ? എന്തുകൊണ്ടോ ഇവിടെ 0.85. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. 0.8 MBC, 0.85, 86, 84, 83, 83, 83 അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങ് പോക്കോളും. ഒരു കാരണവശാലും MBCയേക്കാളും കുറവ് APC വരില്ല. അതിൻ്റെ കാരണം എന്നാണ്? ഈ ഡയഗ്രം എടുത്ത് നോക്കൂ. ഈ ഡയഗ്രത്തിൽ ഇതാണ് സെക്കൻഡ് നമുക്ക് ഈ ഡയഗ്രം നമ്മൾ വന്നില്ല. വന്നു ഇതാണ് നമ്മുടെ ഡയഗ്രം, നമ്മൾ ഉദ്ദേശിച്ച ഡയഗ്രം ഇതാണല്ലോ MBC. അതിൻ്റെ സ്ലോപ്പ് ഇത് അത്യാവശ്യം ഫ്ലാറ്റ് പോലെയൊക്കെ ആയിരിക്കും. ഇതുണ്ടോ ഭയങ്കര സ്റ്റീപ്പായിരുന്നു APC. ഇവിടെയോ ഒരു കാരണവശാലും ഏത് ലെവൽ ഓഫ് ഇൻകത്തിൽ ചെന്നാലും ശരി ഈ ലൈനിൻ്റെ സ്ലോപ്പിനേക്കാളും കുത്തനെയുള്ള സ്ലോപ്പാണ് ഇത്. ഇച്ചിരി ചെരിവ് കൂടുതലുണ്ട്. അതിൻ്റെ ചെരിവ് കൂടുതലാണെങ്കിൽ സ്ലോപ്പ് കൂടുതലാണ്. അപ്പോൾ APC കൂടുതലായിരിക്കും MBCയേക്കാളും. APC നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് ഒറിജിനിൽ നിന്ന് ഈ യഥാർത്ഥ കൺസംഷൻ പോയിന്റിൽ നിന്ന് ഒരു വര വരച്ചിട്ട് അതിൻ്റെ സ്ലോപ്പിൽ നിന്നാണ് നമ്മൾ APC വരയ്ക്കുന്നത്. അപ്പോൾ ആ സ്ലോപ്പ് കൂടുതലല്ലേ, ഇതിനല്ലേ ചെരിവ് കൂടുതൽ ഇതിനേക്കാളും. അപ്പോൾ ഇതിന് ചെരിവ് കുറവാണ്. മനസ്സിലായില്ല? ഇതിൻ്റെ ചെരിവ് എന്തിനാണ് കാണിക്കുന്നത്? MBC. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോയിന്റിൽ ഏത് പോയിന്റിലും ABCD ഏത് പോയിന്റിലും കൺസംഷൻ ഏത് പോയിന്റിലും ഇവിടുന്ന് ഈ ഒറിജിനിൽ ഇങ്ങോട്ട് വരയ്ക്കുന്ന ലൈനായിട്ടുള്ള APC ആ ലൈനിൻ്റെ സ്ലോപ്പ് കൂടുതലായതുകൊണ്ട് ഇതിനേക്കാളും കൂടുതൽ സ്ലോപ്പായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ലൈന്. അതുകൊണ്ട് APC വിൽ ബി ഗ്രേറ്റർ ദാൻ MBC. ഡയഗ്രമാറ്റിക്കലി കേട്ടോ, ടേബിളിൽ എങ്ങനെയാണെന്ന് നമ്മളിവിടെ ടേബിളിൽ ഇവിടെ കാണാം. സോ ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ APC ആൻഡ് MBC. ഓക്കെ, സോ APC is infinity at zero level of income because of the autonomous consumption function component and zero income. Zero income ഇവിടെ വരുന്ന കാര്യമാണ്. സീറോ ഇൻകം ഇവിടെ നമ്മൾ 20 പറഞ്ഞായിരുന്നല്ലോ. From there onwards APC declines steadily and income and consumption increases but it remains higher than MBC. ഇനി നമ്മൾ പറയുകയാണ് ഇതാണ് കൺസംഷൻ ഫംഗ്ഷൻ. ഫോളോയിങ് ഷോസ് ദി നോൺ പ്രൊപ്പോർഷണൽ കൺസംഷൻ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഫംഗ്ഷൻ. ഇതാണ് ഒറിജിനൽ കൂടെ കിടന്നത്. നോൺ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഇവിടെ ഇൻ്റർസെപ്റ്റ് വരും. ഓക്കെ, കെയ്നീഷ്യൻ കൺസംഷൻ പ്രത്യേകത MPC ഈസ് കോൺസ്റ്റൻറ്റ്, APC ഈസ് ഫാളിങ് ബട്ട് APC ഈസ് ഗ്രേറ്റർ ദാൻ MPC. നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. പ്രൊപ്പോർഷൻ അല്ല, കൺസംഷൻ്റെ പോയിൻ്റ് കണ്ടല്ല ഇൻകം കൂടുന്നു. ഇൻകത്തിൻ്റെ പോയിൻ്റ് കണ്ടല്ല കൺസംഷൻ കൂടുന്നു. ആണോ? അല്ല. പിന്നെന്താ? എവിടെയുണ്ട്? എവിടെയുള്ളുണ്ട്? ഇവിടെ ഒരു ഇൻ്റർസെപ്റ്ററുണ്ട്, നോൺ പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് എ നോൺ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഫംഗ്ഷൻ ഓർ ദർ ഈസ് നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നിങ്ങളത് എന്ത് ചെയ്യണം? ഈ ക്ലാസ് നോക്കുക, എന്നിട്ട് പിന്നെ ഒരു അസൈൻമെൻറ്റ് ചെയ്യുക. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ എന്നുള്ള ഒരു അസൈൻമെൻറ്റ് ചെയ്യുക. റിലേഷൻ ബിറ്റ്വീൻ APC MBC ചെയ്യുക. ഏതാണ് റിലേഷൻ ബിറ്റ്വീൻ APC ആൻഡ് MPC? അത് ഡയഗ്രത്തിൽ കൂടെയോ എക്സാമ്പിൾ കൂടെയോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. എന്നിട്ട് അതൊരു അസൈൻമെൻ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ഇടണേ. അപ്പോൾ ശരി, ഓക്കെ, താങ്ക്സ് ഫോർ ലിസണിങ്.